ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരുപാട് പേർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആള് വളരെ ഡെസ്പായിരുന്നു. ലിറ്ററലി ആള് കരയുമായിരുന്നു. ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം. ഗൾഫ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ 8 മാസമായിട്ട് ഓസ്ട്രേലിയൻ PR-ന് വേണ്ടിയിട്ട് ആള് ട്രൈ ചെയ്യുവാണ്. IELTS, PT എന്ന എക്സാംസ് ഒക്കെ മാറി മാറി ആള് ട്രൈ ചെയ്തു. ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഒരു റിക്വേർഡ് സ്കോർ ഇതുവരെ ആൾക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ആളോട് സംസാരിച്ചു. ഒരു അസസ്മെന്റ് നടത്തിയപ്പോൾ ആൾക്ക് ഇംഗ്ലീഷിന്റെ ഒരു ബേസിക് നോളജ് ഇല്ലെന്ന് മനസ്സിലായി. അതായത് ഗ്രാമർ, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒരുപാട് വരുത്തുന്നുണ്ട്. ഫ്ലുവൻസിയിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഇംഗ്ലീഷിന്റെ ടെസ്റ്റുകളായ ലൈക്ക് OET, PT, IELTS, TOEFL എന്നീ എക്സാംസ് ഒക്കെ എഴുതി റെക്കോർഡ് സ്കോർ കിട്ടാത്തവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നവരായിരിക്കാം. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇംഗ്ലീഷിന്റെ ഫൗണ്ടേഷൻ ആദ്യം ശരിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആരെങ്കിലും ഇങ്ങനെ ഇംഗ്ലീഷിനായിട്ട്, അതായത് ഫ്ലുവൻസിയിലോ ഗ്രാമറിലോ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യാം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഇൻ ദിസ് നമ്പർ.